ഹലോ ഗൈസ്, ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് സാമിൻ്റെ ഒരു ബർത്ത്ഡേ വ്ളോഗാണ്. സാമിൻ്റെ സെക്കൻഡ് ബർത്ത്ഡേ ആയിരുന്നു മെയ് 22. അപ്പോൾ സാമിൻ്റെ ബർത്ത്ഡേയുടെ കുറച്ച് വീഡിയോസും അതുപോലെ തന്നെ ബർത്ത്ഡേ പ്രിപ്പറേഷൻസും ഞങ്ങൾ ഡെക്കറേഷൻ ചെയ്യണതെല്ലാം കൂടിയിട്ടുള്ളൊരു ചെറിയ വീഡിയോ ആയിരിക്കും ഇത്. അപ്പോൾ വെൽക്കം ടു സാം സെക്കൻഡ് ബർത്ത്ഡേ വ്ളോഗ്. അപ്പം നമ്മൾ തലേ ദിവസം തന്നെ നമ്മൾ ഫെജിയിൽ പോയിട്ട് ബർത്ത്ഡേക്ക് ഡെക്കറേറ്റ് ചെയ്യാനുള്ള ഐറ്റംസ് എല്ലാം വാങ്ങി. ഒരുവിധം സാധനങ്ങൾ സിഞ്ചുൻ്റെ കയ്യിലുണ്ടായിരുന്നു, ബട്ട് സ്റ്റിൽ കുറച്ച് റിമൈനിങ് ആയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതെല്ലാം വാങ്ങാൻ വേണ്ടിയിട്ട് തൃശ്ശൂർ ഫെജി എന്ന് പറയും, അവിടെ ഒരുവിധം എല്ലാ ഡെക്കർ ഐറ്റംസും കിട്ടും നമുക്ക്. ഇത് പിന്നെ അതിന് ശേഷം നമ്മൾ തൃശ്ശൂർ ജസ്റ്റ് ഒരു എക്സിബിഷൻ ഉണ്ടായിരുന്നു, പൂരം എക്സിബിഷൻ പറയും, അത് കണ്ടിട്ടുണ്ടായിരുന്നില്ല, അത് കാണാൻ പോയിരുന്നു. ഇത് പിന്നെ പിറ്റേ ദിവസം ബർത്ത്ഡേയുടെ അന്നാണ്. ബർത്ത്ഡേയുടെ അന്ന് ഞാൻ ഇത്തിരി നേരത്തെ എത്തി സിഞ്ചുവിൻ്റെയും ചേട്ടൻ്റെയും വീട്ടിൽ, കാരണം ഡെക്കറേറ്റ് ഒക്കെ ചെയ്യണമല്ലോ. അപ്പോൾ ഇത്തിരി നേരത്തെ തന്നെ ഇറങ്ങി. നേരത്തെ ഇറങ്ങിയിട്ടും സമയം നമുക്ക് ഉണ്ടായിരുന്നില്ല, കാരണം ബലൂൺസ് വീർപ്പിക്കാൻ ഒരുപാട് സമയം എടുത്തു. നമുക്കറിയാമല്ലോ, ബലൂൺസ് വീർപ്പിച്ച് കഴിഞ്ഞപ്പോൾ 2-2.5 മണിക്കൂറോളം ആയി. നമ്മളാണെങ്കിൽ ഇത് ആദ്യമായിട്ട് ചെയ്യുന്നത്, ഡെക്കറേറ്റ് ഒന്നും ഇതിന് മുന്നേ അങ്ങനെ ചെയ്തിട്ടില്ല. ബലൂൺസ് എല്ലാം വീർപ്പിച്ച് അങ്ങനെ ഡെക്കറേറ്റ് ചെയ്യണത് ആദ്യമായിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ജസ്റ്റ് സാം ഒന്ന് വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത്ര നേരം സാം താഴെയായിരുന്നു, നമ്മൾ ഈ റൂമിലേക്ക് കടത്തേണ്ടായിരുന്നില്ല, കാരണം അറിയാമല്ലോ സാം വന്നു കഴിഞ്ഞാൽ ബലൂൺ വീർപ്പിക്കലൊന്നും നടക്കില്ല. അപ്പോൾ ജസ്റ്റ് വന്നപ്പോൾ ആളിൽ വണ്ടർ അടിച്ചത്, എന്താണ് എൻ്റെ റൂമിൽ നടക്കുന്നത്, ബലൂൺസ് എല്ലാം ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. കുറച്ച് നേരം അവിടെ നിന്നിട്ട് പിന്നെ നമ്മൾ അവനെ വീണ്ടും പറഞ്ഞയച്ചു, കാരണം ഇല്ലെങ്കിൽ പണി നടക്കില്ല. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് ആയിട്ടുണ്ടായിരുന്നത്. ഞാനും സിഞ്ചും ജസ്റ്റ് ബലൂൺസ് എല്ലാം വീർപ്പിച്ച് കഴിഞ്ഞിട്ട് പിന്നെ പോയി. പിന്നെ ബാക്കിയെല്ലാം അറേഞ്ച് ചെയ്തത് ശരത്തിൻ്റെ സിസ്റ്ററിൻ്റെ ഹസ്ബൻഡൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫൈനലായിട്ട് അവരാണ് എല്ലാം അറേഞ്ച് ചെയ്തത്. അത് കഴിഞ്ഞ് സാമിന് നമ്മൾ വീണ്ടും ജസ്റ്റ് അവൻ്റെ എക്സ്പ്രഷനെല്ലാം നേരത്തെ ഫിനിഷായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ ഇപ്പോൾ അവൻ്റെ എക്സ്പ്രഷനൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഒന്നുകൂടി അവനെ എൻട്രി ചെയ്യിപ്പിച്ചു. അപ്പോൾ പക്ഷേ ഇത്തിരി വണ്ടറടിച്ചിരിക്കുന്നു, എന്താണെന്നൊന്നും മനസ്സിലാവുന്നില്ല. കുറേ ബലൂൺസും അവൻ്റെ റൂം മൊത്തത്തിൽ മാറിയിട്ടുണ്ട്. അപ്പോൾ എന്താണെന്നൊന്നും മനസ്സിലാവാണ്ട് ഇങ്ങനെ ചുറ്റും നോക്കണ്ടായിരുന്നു. എങ്ങനെയൊക്കെയാണെങ്കിലും അവൻ്റെ കണ്ണ് ഏറ്റവും കൂടുതൽ പോയിരിക്കുന്നത് കേക്കിലോട്ടായിരുന്നു. അതാണ് സാമിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് എന്നാണ് എനിക്ക് തോന്നിയത്. ബലൂൺസിനേക്കാളും ഡെക്കറേഷൻസിനേക്കാളും ഒക്കെ ഇഷ്ടമായത് സാമിന് കേക്കായിരുന്നു. ബർത്ത്ഡേക്ക് കുറച്ച് ദിവസം മുന്നേ തന്നെ എപ്പോഴും ഒരു പ്ലേറ്റും കത്തിയും കിട്ടി കഴിഞ്ഞാൽ അപ്പോൾ ഹാപ്പി ടു യു എന്ന് പറഞ്ഞിട്ട് ഭയങ്കര പ്രിപ്പറേഷൻസൊക്കെ ആയിരുന്നു. എവിടെന്നാണ് കണ്ടതെന്ന് അറിയില്ല. അപ്പോൾ ഇതാണ് സാമിൻ്റെ ബർത്ത്ഡേ കേക്ക്. ഹാപ്പി ബർത്ത്ഡേ സാം ഈസ് ടു ക്യൂട്ട് എന്നായിരുന്നു. ആസ് സെഡ്, യാ സാം ഈസ് ടു ക്യൂട്ട്. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് ഫോട്ടോ സെഷൻസ് ആയിരുന്നു. പിന്നെ നമ്മൾ വേഗം കേക്ക് കട്ടിങ്ങിലേക്ക് കടന്നു. ആമി സർപ്രൈസ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ആമി ഇവിടെ തൃശ്ശൂർ അടുത്ത് തന്നെയാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ ജോലി കഴിഞ്ഞ് ആമി വേഗം വന്നിട്ടുണ്ടായിരുന്നു, ജസ്റ്റ് അവൻ്റെ കാണാൻ വേണ്ടി വിഷയം വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കേക്ക് കട്ടിങ് എന്താ അറിയില്ല, ഇപ്രാവശ്യം കേക്ക് കട്ട് ചെയ്യുമ്പോൾ ഭയങ്കര മാനേഴ്സൊക്കെ ആൾ കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. കേക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞ് അപ്പം തന്നെ 1 പീസ് ചേർത്തിന് കൊടുത്തു. അതിനുശേഷം പിന്നെ സിഞ്ചുവിനും കൊടുത്തു. അപ്പോൾ എനിക്ക് തോന്നുന്നത് ചേർത്തിന് കൊടുക്കുമ്പോൾ അവന് കേൾക്കുമ്പോൾ തൊടാലോ, അപ്പോൾ അവനും ഒരു പീസ് കിട്ടുമല്ലോ, ആ ഒരു എയിമോട് കൂടിയാന്ന് തോന്നുന്നു. അവൻ എല്ലാവർക്കും കൊടുക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു, കാരണം കൊടുക്കണതിൻ്റെ പകുതി ബാക്കി അവന് തന്നെ അകത്താക്കാം, അങ്ങനെ ഒരു എയിം ഉണ്ടായിരുന്നു അവന്. അതിന് സിഞ്ചുവിനും കൊടുത്തു. ആദ്യം സിഞ്ചു ചോദിച്ചപ്പോൾ കേക്ക് കൊണ്ട് തന്നെ കട്ട് ചെയ്ത് കൊടുക്കാനായിരുന്നു ആളുടെ പ്ലാൻ. പിന്നെ പറഞ്ഞു വേണ്ട, നീ കട്ടൊന്നും ചെയ്ത് തരണം, ജസ്റ്റ് ഒരു പീസ് ജസ്റ്റ് വെച്ച് തന്നാൽ മതി എന്ന് പറഞ്ഞപ്പോൾ വേഗം സിഞ്ചുവിനും ഒരു പീസ് കൊടുത്തു. ബാക്കിയുള്ളത് ആശം തന്നെ അകത്താക്കി. അത് കഴിഞ്ഞ് പിന്നെ ഓരോരുത്തരായിട്ട് കൊടുക്കാൻ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ കേക്ക് കട്ടിങ്ങും ഫോട്ടോ സെഷൻ പിന്നെ അതിനുശേഷം ഗിഫ്റ്റ് കൊടുക്കലെല്ലാം കഴിഞ്ഞു. ആമി അതിൻ്റെ ഇടയ്ക്ക് പോയിട്ടോ. ആമി കേക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ പോയി. ആമി ദൃശ്യം ഫിലിമിന് വേണ്ടി ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആമി നേരത്തെ ഇറങ്ങി. അതിനുശേഷം നമ്മൾ ഹർബറിയായിട്ട് കാര്യങ്ങൾ ചെയ്തു. പിന്നെ ഫോട്ടോ സെഷൻസ് കഴിഞ്ഞു. അതിന് ഫോട്ടോ അല്ല, ഗിഫ്റ്റ്സ് കിട്ടുമ്പോൾ സാമിൻ്റെ എക്സ്പ്രഷൻസൊക്കെ ഭയങ്കര ക്യൂട്ടായിരുന്നു. ഇത് വൺ ഓഫ് ദ ഗിഫ്റ്റ് കിട്ടിയപ്പോൾ അവൻ്റെ എക്സ്പ്രഷനായിരുന്നു കേട്ടോ. എല്ലാ ഗിഫ്റ്റ് കിട്ടുമ്പോൾ ഇതുപോലെ ഓരോ എക്സ്പ്രഷൻ ഉണ്ടായിരുന്നു, പക്ഷെ നമുക്ക് എല്ലാം എടുക്കാൻ പറ്റിയില്ല, വീഡിയോസ് ഒന്നും എല്ലാം കിട്ടിയില്ല. ഇത് ഷർത്തും സിഞ്ചും സാമിന് ഗിഫ്റ്റ് ചെയ്ത സ്കൂട്ടർ ബൈക്ക് എന്ന് പറയാം, ബൈക്കാണ്. ആക്ച്വലി ഇത് ആക്സിലറേറ്റ് ചെയ്ത് മൂവ് ചെയ്യാൻ പറ്റും, ലൈക്ക് ചവിട്ടേണ്ട ആവശ്യമില്ല. ഓൾറെഡി അവന് 2-3 സൈക്കിളുണ്ട്, അതെല്ലാം ചവിട്ടേണ്ടതായിരുന്നു.
അതുകൂടാണ്ട് നെടുമ്പാളം അവനൊരു സ്കൂട്ടർ ഉണ്ട് ഇതുപോലെ ആക്സിലറേറ്റ് ചെയ്ത് പോകുന്നത് തന്നെ. അപ്പോൾ അത് സാമിന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുപോലത്തെ ഒരെണ്ണം പെരിങ്ങാലും ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് ഇവിടെയും അതേ മോഡൽ തന്നെ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ വീണ്ടും കുറച്ച് ഫോട്ടോസ് എല്ലാം എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ഡിന്നർ നമ്മൾ പുറത്താണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. തൃശ്ശൂർ റൗണ്ട് എന്ന് പറഞ്ഞ റെസ്റ്റോറൻ്റ് ഉണ്ട്, അവിടേക്ക് പോകാനായിരുന്നു പ്ലാൻ. അപ്പം നമ്മൾ ജസ്റ്റ് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് വേഗം അവിടേക്ക് ഇറങ്ങാമെന്ന് ഉള്ള പ്ലാനിലായിരുന്നു. അപ്പോൾ സാം ഫോട്ടോസിനൊക്കെ വേണ്ടി ഭയങ്കര കോപ്പറേറ്റീവ് ആയിരുന്നു കേട്ടോ, ഭയങ്കര ഉത്സാഹത്തിലായിരുന്നു ആൾ. അങ്ങനെ നമ്മൾ റൗണ്ടിലെത്തി. ഇത് ജസ്റ്റ് അവിടെ വെയിറ്റ് ചെയ്യായിരുന്നു. റൗണ്ടിലപ്പോൾ നമുക്ക് വലിയൊരു ഫാമിലി റൂം പോലെയാണ് കിട്ടിയത്. വേറൊരു ഫാമിലിയും കൂടി ഉണ്ടായിരുന്നു, ബട്ട് സ്റ്റിൽ നമ്മൾക്ക് ഭയങ്കര നല്ല പ്രൈവസി ഒക്കെ ഉണ്ടായിരുന്നു. നല്ലൊരു ഏരിയ ആണ് കിട്ടിയത്, ഇരിക്കാൻ കിട്ടിയത്. അപ്പോൾ അതിനുശേഷം നമ്മൾ അവിടുന്ന് ഡിന്നറെല്ലാം കഴിച്ചു, വീട്ടിലെത്തി. അപ്പോൾ ഇതായിരുന്നു സാമിൻ്റെ കുട്ടി ബർത്ത്ഡേ വ്ളോഗ്. താങ്ക് യു ഫോർ വാച്ചിങ്.